സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ്. ഇതുവരെ 17 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഭൂരിഭാഗം പരാതികളിലും പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതിക്രമം നേരിട്ടവർ നൽകിയ പരാതികൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. റോഷിപാലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ഈ ലൈംഗിക അതിക്രമ പരാതികളിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു SIT സംഘം. ഇതുവരെ 17 പരാതികളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ നാം കണ്ടതാണ് ആലുവയിലും തിരുവനന്തപുരത്തും അടക്കം ആരോപണം ഉന്നയിച്ച നടിമാരുടെ മൊഴികൾ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഏതു രീതിയിലായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക? കൂടുതൽ പരാതികൾ ഉയരുന്നു, അതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും റോഷിപാൽ? ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നതിന് ശേഷം വന്ന സിനിമാ മേഖലയിൽ വെളിപ്പെടുത്തലുകൾ, പരാതികൾ ഉൾപ്പെടെയാണ് ഈ അന്വേഷണ സംഘം പരിശോധിച്ച് അതിൻ്റെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നത്. G. സ്പർജൻകുമാറിൻ്റെ നേതൃത്വത്തിൽ സംഘം യോഗം ചേർന്നപ്പോൾ തന്നെ ഏതൊക്കെ രീതിയിൽ പരാതികൾ വന്നാൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ വന്നാൽ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമുണ്ടാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആരോപണങ്ങൾ ഉയർത്തിയ നടിമാരെ സമീപിച്ച് അവരിൽ നിന്നും വിശദാംശങ്ങൾ ശേഖരിക്കും. മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക. അതിനു പുറമെ ആർക്കെങ്കിലും ഈ അതിക്രമം നേരിട്ട സിനിമാ മേഖലയിൽ അതിക്രമം നേരിട്ടവരുണ്ടെങ്കിൽ അവർക്ക് അജിത ബീഗത്തിൻ്റെ ഔദ്യോഗിക ഇമെയിൽ വിലാസത്തിലേക്ക് പരാതികൾ അയക്കാനുള്ള സംവിധാനവുമുണ്ട്. ടെലിഫോൺ വഴിയും പരാതികൾ അറിയിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് അതിന് പ്രത്യേക സംവിധാനങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. ഇതുവരെ 17 പരാതികളാണ് കഴിഞ്ഞ ദിവസം വരെ ഈ സിനിമാ മേഖലയിൽ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകൾക്കെതിരെ, സിനിമാ പ്രവർത്തകർക്കെതിരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ചില പരാതികൾ പോലീസ് മേധാവിക്കായിരുന്നു ലഭിച്ചത്. ആ പരാതികൾ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. ഇതിൽ ആ പരാതികളിൽ ഏതാണ്ട് പരാതികളിലൊക്കെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. പ്രാഥമിക മൊഴിയും പ്രാഥമിക അന്വേഷണവും രേഖപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഇനി കേസ് രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. അതിനൊപ്പം തന്നെ സാക്ഷിമൊഴി ശേഖരണം അടക്കം ഉണ്ട്. വളരെ വിശദമായ അന്വേഷണം നടക്കും. വളരെ കാലപ്പഴക്കമുള്ള പരാതികളാണ്. ഈ അതിക്രമങ്ങൾ നടന്നത് പലതും വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുകൊണ്ട് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളിയാണ്. തെളിവ് ശേഖരണം അടക്കം വെല്ലുവിളിയാണ്. എങ്കിൽ പോലും പഴുതടച്ച അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ഈ സംഘത്തെ രൂപീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ DGPക്ക് നൽകിയിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ വളരെ രഹസ്യമായുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ പരിഗണന മൊഴി രേഖപ്പെടുത്തുന്നതിനാണ്. രണ്ടാമത് രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതിനൊപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ കുറ്റവാളികൾ അല്ലെങ്കിൽ ആരോപണ വിധേയരായവരുടെ മൊഴി രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഏതായാലും ഇന്ന് കൂടുതൽ പരാതികൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലേക്ക് എത്തുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. കൂടുതൽ ഈ അന്വേഷണ സംഘത്തിലെ 4 വനിതാ IPS ഓഫീസർമാർക്ക് അവരുടെ സംഘത്തിലേക്ക് കൂടുതൽ വനിതാ SIമാർ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ വനിതാ IPS ഓഫീസർമാരും അവർക്കൊപ്പമുള്ള സംഘവുമാണ് ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും അവരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം പൂർണ്ണമായും നടത്തുന്നത്. മറ്റ് അന്വേഷണങ്ങളാണ് പുരുഷ IPS ഓഫീസർമാർ നടത്തുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനും ആശയവിനിമയം നടത്താനും ഇവർക്കാണ് സൗകര്യം എന്നതുകൊണ്ടാണ് ഈ വനിതാ IPS ഓഫീസർമാരെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ പേരെ ഈ സംഘത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള അനുവാദവും പോലീസ് മേധാവി സംഘത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി വിലയിരുത്തുന്നുണ്ട്.